HTML-ലെ മാർക്യൂ ടാഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് മാർക്യൂ ടാഗ് എന്ന് നോക്കാം. ആദ്യമേ നമുക്കൊരു HTML ഡോക്യുമെന്റ് എഴുതാം. HTML ഡോക്യുമെന്റ് എഴുതാനായിട്ട് നമുക്കറിയാം, ഡോക്യുമെന്റ് എഴുതുന്നത് ഏത് ടാഗിൻ്റെ അകത്തായിരിക്കും? HTML ടാഗിൻ്റെ അകത്താണ് നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ എഴുതുന്നത്. HTML ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇടുക ആദ്യമേ തന്നെ. അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളുടെ എല്ലാ ബോഡിയും ഹെഡ് എന്നുള്ള ടൈറ്റിൽ തുടങ്ങിയ ടാഗ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമേ തന്നെ എന്ത് കൊടുത്തു? ഹെഡ് എന്നുള്ള ടാഗ് കൊടുത്തു. ഹെഡ് ടാഗിൽ നമ്മൾ എന്താ എഴുതുന്നത്? ടൈറ്റിലാണ് എഴുതുന്നത്. ടൈറ്റിൽ നമ്മുടെ ഡോക്യുമെന്റിന്റെ വെബ് പേജിന്റെ ടൈറ്റിലാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഞാനിവിടെ മാർക്യൂ എക്സാമ്പിൾ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ദെൻ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യാം. ടൈറ്റിൽ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. തിരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഹെഡ് ടാഗും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ബോഡി അല്ലേ? ബോഡി ടാഗ് എടുക്കുകയാണ്. ബോഡി ടാഗ് ഞാൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇടുകയാണ്. അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ബോഡിയുടെ അകത്ത് നമുക്ക് എന്ത് എഴുതാം? നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം അല്ലേ? ഞാനിപ്പോൾ ഗവൺമെന്റ് കോളേജ് മൂന്നാറിന് കൊടുക്കുവാണ്. ഓക്കെ, ഗവൺമെന്റ് കോളേജ് മൂന്നാറിന് കൊടുത്തു. ഇനി ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം എന്തായിരിക്കും കാണുന്നതെന്നുള്ളത്. അപ്പം ഞാനിതിനെ സേവ് ചെയ്യാൻ പോവാണ്. സേവ്, ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ സേവ് ചെയ്യുക. ഞാനിപ്പോൾ HTML ഡോക്യുമെന്റ്സ് എല്ലാം ഒരിടത്ത് തന്നെയാണ് സേവ് ചെയ്തിരിക്കുന്നത്. സേവ് ചെയ്തു. ഞാനിവിടെ HTML മാർക്യൂ എന്നുള്ള പേരിൽ അങ്ങ് സേവ് ചെയ്യാണ്. മാർക്യൂ എക്സ്റ്റൻഷൻ ആണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. എന്ത് എക്സ്റ്റൻഷൻ ആയിരിക്കും കൊടുക്കേണ്ടത്? HTML എന്നുള്ള എക്സ്റ്റൻഷനിൽ വേണം നമ്മൾ സേവ് ചെയ്യാൻ. ഞാനത് സേവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ വെബ് പേജ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഫയർ എക്സ്പ്ലോറർ എടുക്കുക. ഫയർ എക്സ്പ്ലോറർ എടുത്തിട്ട് നമ്മുടെ ഫയൽ പാത്ത് എവിടെയാണോ നോക്കുക. അപ്പോൾ ഞാൻ സേവ് ചെയ്തിരിക്കുന്നത് G ഡ്രൈവിൽ HTML എന്നുള്ള ഡോക്യുമെന്റിലാണ്. നമ്മൾ സേവ് ചെയ്ത ഏതായിരുന്നു? HTML മാർക്യൂ ആയിരുന്നു. സോ HTML മാർക്യൂ എടുത്തു. ഗവൺമെന്റ് കോളേജ് മൂന്നാർ ഈ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഞാൻ നിങ്ങൾക്ക് കാണാൻ പാകത്തിന് കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. ഈ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെ ഹെഡ് ടാഗ് കൊടുത്തിട്ട് സെന്ററിലേക്ക് കൊണ്ടുവരുമോ? എന്ത് വേണേലും ചെയ്യാം. നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്? മാർക്യൂ ടാഗ് ആണ്. മാർക്യൂ ടാഗ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ആനിമേഷൻ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മാർക്യൂ യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ടാഗും ഉണ്ട്, എൻഡ് ടാഗും ഉണ്ട്. അപ്പോൾ ഈ ഗവൺമെന്റ് കോളേജ് മൂന്നാർ എന്നുള്ളത് ഒരു മാർക്യൂ ടാഗിന്റെ ഉള്ളിൽ കൊടുത്ത് നോക്കാം എന്തായിരിക്കും വ്യത്യാസം വരുന്നതെന്ന്. ഓക്കെ, അപ്പം മാർക്യൂ എന്ന് കൊടുക്കുക. ദെൻ അതിന് സ്റ്റാർട്ട് ടാഗും കൊടുത്തു, പിന്നെ അതിനൊരു ക്ലോസിംഗ് ടാഗും കൂടെ കൊടുക്കുക. ക്ലോസിംഗ് ടാഗും കൂടെ കൊടുത്തിട്ട് എഴുതും. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഒന്നും കൂടെ സേവ് ചെയ്തു. ഓൾറെഡി ഞാൻ ഈ പേജ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിനെ തിരിച്ച് ഫയർ എക്സ്പ്ലോററിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. ഞാനിതിനെ എന്താണ് ഒന്ന് റീലോഡ് ചെയ്യാണ്. ഓക്കെ, റീലോഡ് ചെയ്തു. കണ്ടോ, സ്ക്രോൾ ചെയ്ത് പോകുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സിമ്പിൾ ആനിമേഷൻ എഫക്റ്റ് കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? മാർക്യൂ ടാഗ് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ എന്ത് ടെക്സ്റ്റ് ആണോ നമുക്ക് സ്ക്രോൾ ചെയ്ത് കാണേണ്ടത്, ആ ടെക്സ്റ്റിന്റെ തുടക്കത്തിലും അവസാനത്തിലും എന്ത് കൊടുക്കുക? മാർക്യൂ എന്നുള്ള ടാഗ് കൊടുക്കുക. അതായത് സ്റ്റാർട്ടിംഗ് ടാഗും കൊടുക്കുക, എൻഡ് ടാഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ടാഗ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ എന്ത് പറയുന്നത്? മാർക്യൂ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ടെക്സ്റ്റോ പിന്നെ ഇമേജോ എന്ത് വേണമെങ്കിലും സ്ക്രോൾ ചെയ്യുന്നത് പോലെ നമുക്ക് കൊടുക്കാം. ഇനി ഇതിന്റെ ഡയറക്ഷനും നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. നമുക്ക് തിരിച്ചുള്ള ഡയറക്ഷനിലേക്കും കൊടുക്കാം, ടോപ്പ് ടു ബോട്ടം കൊടുക്കാം, ബോട്ടം ടു ടോപ്പ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്കിതിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ പറയാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? നമുക്ക് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡയറക്ഷൻ മാറ്റി കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡയറക്ഷൻ ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ നമുക്ക് അത് കൊടുത്ത് നോക്കാം. ഓക്കെ,
അപ്പോൾ നമ്മൾ ആട്രിബ്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞു, ആ കോഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആട്രിബ്യൂട്ട് എഴുതുന്ന എവിടെയാണ്? നമ്മുടെ സ്റ്റാർട്ട് ടാഗിലാണ് നമ്മൾ ആട്രിബ്യൂട്ട് എഴുതുന്നത്. നമ്മുടെ ടാഗിൻ്റെ പേര് കഴിഞ്ഞു, മാർക്ക് യു എന്നുള്ളതാണ് നമ്മുടെ ടാഗിൻ്റെ പേര്. എന്നിട്ട് അതിൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് അല്ല, ഈ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ ആട്രിബ്യൂട്ട് പറയുന്നത്. ആട്രിബ്യൂട്ട് എന്നുള്ള ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക. അപ്പം എങ്ങനെയാണ് ആട്രിബ്യൂട്ട് എഴുതുന്നത് മനസ്സിലാവും. നമ്മുടെ ആട്രിബ്യൂട്ടിൻ്റെ പേരെന്താണ്? ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ ഞാനിപ്പോൾ എന്ത് കൊടുക്കുകയാണ്? അപ്പ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പ് എന്ന് കൊടുക്കുകയാണ്. നമുക്ക് എന്താണ് വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നെയിം വാല്യൂ പെയർ ആയിട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ട് എഴുതുന്നത്. ഇത് നമ്മുടെ മാർക്ക് യു ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ആണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ആണ് അപ്പ്. ഇത് നമ്മുടെ മാർക്ക് യു ടാഗിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആട്രിബ്യൂട്ട് എന്താണെന്നും കൂടി ഓർത്ത് വെക്കുക. ഇനി നമ്മൾ സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി അതിനെ ലോഡ് ചെയ്ത് നോക്കാം. പേജ് റീലോഡ് ചെയ്തു. അപ്പോൾ കണ്ടോ, മോളിലേക്കാണ് പോകുന്നത്. കണ്ടോ, നേരത്തെ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരുന്നു, ഇപ്പം എങ്ങനെയാണ് പോകുന്നത്? താഴെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ഒന്നും കൂടി മാറ്റി നോക്കാം. ഇപ്പം അപ്പ് എന്നല്ലായിരുന്നു കൊടുത്തിരുന്നത്. ഇനി നമുക്കൊന്നും കൂടെ കൊടുത്തു നോക്കാം. ഡൗൺ എന്ന് കൊടുത്തു നോക്കാം. DOWN, ഡൗൺ എന്ന് കൊടുത്തു നോക്കാം. അപ്പം എന്താ വ്യത്യാസം വരുന്നത് നോക്കാം. സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് ഞാൻ ഈ പേജ് ഒന്ന് റീലോഡ് ചെയ്തു. ദേ, മുകളിൽ നിന്ന് താഴത്തേക്കാണ് വരുന്നത്. കണ്ടോ, അപ്പോൾ ഡൗൺ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഡയറക്ഷനിൽ വരും. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റോ അല്ല റൈറ്റ് ടു ലെഫ്റ്റോ ഏത് രീതിയിലും വേണമെങ്കിലും കൊടുക്കാം. നേരത്തെ എങ്ങനെയായിരുന്നു? ഇവിടെ നിന്ന് ഇപ്പുറത്തെ ഡയറക്ഷനിലേക്കായിരുന്നു, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരുന്നു. നമുക്ക് തിരിച്ചു ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ലെഫ്റ്റ് കൊടുത്ത് നോക്കാം. സോറി, നമുക്ക് ലെഫ്റ്റ് കൊടുത്ത് നോക്കാം. അപ്പം അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ലെഫ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ലെഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പേജ് സേവ് ചെയ്തില്ല. ഓരോ തവണ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ സേവ് ചെയ്യുക കേട്ടോ. സേവ് ചെയ്തിട്ട് റീലോഡ് ചെയ്യുക. ഇപ്പം ലെഫ്റ്റിലേക്ക് വരും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് നോക്കി വരും. ഇതാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ചു കൊടുത്തു നോക്കാം. റൈറ്റ് കൊടുത്തു നോക്കാം. റൈറ്റ് കൊടുത്തു നോക്കാം. ഫയൽ പോയി സേവ് ചെയ്തു. റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന പോലെ. ഓക്കെ, ഇതാണ് മാർക്ക് യു ടാഗിൻ്റെ ഡയറക്ഷൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. മാർക്ക് യു ടാഗിൻ്റെ ഡയറക്ഷൻ ആട്രിബ്യൂട്ട് ആണ്. അതായത് നമുക്കൊരു സിമ്പിൾ ആനിമേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് യു ടാഗ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ഷൻ, നമ്മുടെ ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? മാർക്ക് യു ടാഗ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ രണ്ട് ഡയറക്ഷനിലേക്കും ഓൾട്ടർനേറ്റീവ് ആയിട്ട് എങ്ങനെ പോകാം. നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റ് പോകും, റൈറ്റ് ടു ലെഫ്റ്റ് പോകും എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ഇനി തിരിച്ച് ആദ്യം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരും, പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന പോലെ രണ്ട് ഡയറക്ഷനിലേക്കും പോകുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം നമുക്ക് നോക്കാം. അത് കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആട്രിബ്യൂട്ട് ഡയറക്ഷൻ എന്നുള്ള ആട്രിബ്യൂട്ട് അല്ല നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടിന്റെ പേര് ബിഹേവിയർ എന്നാണ്. ഓക്കെ, ഡയറക്ഷൻ അല്ല, ബിഹേവിയർ എന്നാണ് കേട്ടോ. ബിഹേവിയർ ഇസ് ഈക്വൽ ടു ഓൾട്ടർനേറ്റ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് ഡയറക്ഷനിലും സ്ക്രോൾ ചെയ്യുന്ന പോലെ വന്നോളൂ. ഞാനിപ്പോൾ ഈ പേജ് ഒന്ന് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഫയലെടുത്തു, സേവ് ചെയ്തു. എൻ്റെ ബിഹേവിയർ അതുകൊണ്ട് മാർക്ക് യു ടാഗ് ഉണ്ട്. നോക്ക്, ഇപ്പം ഇത് ആദ്യം ഇവിടുന്ന് ഈ ഡയറക്ഷനിലേക്ക് വരും. ഈ ഡയറക്ഷനിൽ എത്തിക്കഴിയുമ്പോൾ അത് തിരിച്ചു പോകും. ഇതാണ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്ക്രോൾ ചെയ്യുന്ന ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാം നോക്കാം. ഈ സ്ക്രോൾ ചെയ്യുന്ന ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് എന്നുള്ള ബിഹേവിയർ എന്നുള്ളത് അങ്ങ് മാറ്റുവാണ്.
ഓരോ ആട്രിബ്യൂട്ട് എത്ര ആട്രിബ്യൂട്ട് വേണമെങ്കിലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ആട്രിബ്യൂട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റാർട്ട് ടാഗിന്റെ ഉള്ളിൽ വേണം എപ്പോഴും കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ടാഗിന്റെ പേര് എഴുതുക. ടാഗിന്റെ പേര് എഴുതി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇടുക. സ്പേസ് എഴുതിയിട്ട് ആട്രിബ്യൂട്ടിന്റെ പേര് കൊടുക്കുക. എന്നിട്ട് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ അതിന്റെ വാല്യൂ കൊടുക്കുക. ഇത്രയും കാര്യം മാത്രം ഓർത്താൽ മതിയായിരിക്കും. ഓക്കെ. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് നെയിം എന്താണ്? BG കളറാണ്. BG കളർ ഇസ് ഈക്വൽ ടു റെഡ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ റെഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കിട്ടും. നമുക്കൊന്നും കൂടെ നോക്കാം. അപ്പൊ ഞാൻ റീലോഡ് ചെയ്യാണ്. കണ്ടോ? അപ്പൊ ആ ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ്? ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ആനിമേഷൻ എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? BG കളർ അല്ലെങ്കിൽ മാർക്യൂ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മാർക്യൂ ടാഗ് എന്താണെന്ന് പഠിച്ചു. മാർക്യൂ ടാഗിന്റെ ഡയറക്ഷൻ ആട്രിബ്യൂട്ട് പഠിച്ചു. രണ്ട് ഡയറക്ഷനിലേക്കും സ്ക്രോൾ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടത് ബിഹേവിയർ എന്നുള്ള ആട്രിബ്യൂട്ട് ആണ്. ഡയറക്ഷൻ അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ് വാല്യൂസ് കൊടുക്കാം. രണ്ട് ഡയറക്ഷനിലേക്കും പോകണം, ആൾട്ടർനേറ്റീവ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആട്രിബ്യൂട്ടിന്റെ പേര് ബിഹേവിയർ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡയറക്ഷനിലേക്കും പോകാം. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, സ്ക്രോൾ ചെയ്യുന്ന ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന്റെ വിഡ്ത്ത് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഇതിന്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആട്രിബ്യൂട്ട് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇവിടെ BG കളർ ഒരു ആട്രിബ്യൂട്ട് ആണ്. നെയിം, വാല്യൂ, പേർ ഒരുമിച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് അവിടെ കിടക്കട്ടെ. അതിന്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യണം. വിഡ്ത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വിഡ്ത്ത് എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കുക. 250 ഒരു വാല്യൂ കൊടുക്കുക. വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അതിന്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്ത് കിട്ടും. കണ്ടോ? അപ്പൊ ആ സ്ക്രോൾ ചെയ്യുന്ന ടെക്സ്റ്റിന്റെ വിഡ്ത്ത് എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതാണ് മാർക്യൂ ടാഗ് എന്ന് പറയുന്നത്. ഇനി ഇത് എത്ര തവണ സ്ക്രോൾ ചെയ്യണം? 2 തവണ സ്ക്രോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ 3 തവണ സ്ക്രോൾ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ എത്ര തവണ സ്ക്രോൾ ചെയ്യണം എന്നുള്ളതിന്റെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ലൂപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും കൂടി ഉണ്ട്. അപ്പൊ ആ ലൂപ്പ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ എത്ര തവണ ഇത് സ്ക്രോൾ ചെയ്യണം എന്നുള്ള ആ എണ്ണം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാനിവിടെ വിഡ്ത്ത് മാറ്റുവാണ്. അതവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ലൂപ്പ് ഇസ് ഈക്വൽ ടു ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്. വാല്യൂ കൊടുക്കുമ്പോൾ എപ്പോഴും ഡബിൾ കോട്ട്സിന്റെ ഉള്ളിലേ കൊടുക്കാവുള്ളൂ. സേവ് ചെയ്തു. ഞാൻ സ്ക്രോൾ ചെയ്യുക. ഓക്കെ. ഇത് 2 തവണ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സ്ക്രോൾ ചെയ്ത് പോകത്തുള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് 1 തവണ സ്ക്രോൾ ചെയ്തു. 1 തവണ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ തവണ സ്ക്രോൾ ചെയ്യാണ്. ഓക്കെ. രണ്ടാമത്തെ തവണയും വന്നു. ഇനി അടുത്തത് നോക്ക്. ഓക്കെ. ഇനി വരത്തില്ല കേട്ടോ. ഇനി ആ സ്ക്രോൾ ചെയ്യുന്ന ടെക്സ്റ്റ് വരത്തില്ല. അപ്പൊ അതിനെയാണ് ലൂപ്പ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എത്ര തവണ സ്ക്രോൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂപ്പില് പറയുന്നത്. അപ്പൊ 2 തവണ സ്ക്രോൾ ചെയ്താൽ മതി. ഞാൻ ഇവിടെ കൊടുത്ത വാല്യൂ 2 ആയിരുന്നു. അതുകൊണ്ട് എന്താണ്? അത് 2 തവണ മാത്രമേ അത് സ്ക്രോൾ ചെയ്ത് വന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് മാർക്യൂ ടാഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് നമുക്ക് കൊടുക്കാം. അപ്പൊ ടെക്സ്റ്റോ ഇമേജോ മാർക്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുന്ന രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് മാർക്യൂ ആട്രിബ്യൂട്ട് ആണ്. മാർക്യൂ ടാഗ് ആണ്. ആ മാർക്യൂ ടാഗിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് കൊടുക്കാം? ഡയറക്ഷൻ, ആ സ്ക്രോൾ ചെയ്യുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ടിന്റെ പേര് ഡയറക്ഷൻ എന്നുള്ള ആട്രിബ്യൂട്ട് ആണ്. ആട്രിബ്യൂട്ട് എപ്പോഴും എവിടെ തന്നെ എഴുതണം? ഈ മാർക്യൂ ടാഗ് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ എന്ന് കൊടുക്കുക. ഇസ് ഈക്വൽ ടു ലെഫ്റ്റോ റൈറ്റോ ടോപ്പ് അപ്പ് ഡൗൺ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ 4 വാല്യൂസ് അതിന് കൊടുക്കാം. അപ്പൊ അതിന്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ പഠിച്ചത് ഡയറക്ഷൻ ആട്രിബ്യൂട്ട് പഠിച്ചു. അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട്. ഇനി സ്ക്രോൾ ചെയ്യുന്ന ടെക്സ്റ്റിന്റെ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ BG കളർ എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കുക. അത് എത്ര തവണ സ്ക്രോൾ ചെയ്യണം എന്നുള്ളത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കുക? ലൂപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കുക. ഈ ടാഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 1ൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാർക്യൂ എന്നുള്ള ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണിത്. രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ഇത്.
മൂന്നാമത്തെ ആട്രിബ്യൂട്ട് ഇത്. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതിന്റെ സിന്റാക്സ് കറക്റ്റായിട്ട് ഓർത്ത് എഴുതാൻ മതി. ആട്രിബ്യൂട്ടിന് പേര് കൊടുക്കുക, ഇസ് ഈക്വൽ ടു എന്ന് കൊടുക്കുക, അതിന്റെ വാല്യൂ ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുക്കുക. ഒരു ആട്രിബ്യൂട്ട്, ഇതൊരു നെയിം വാല്യൂ പെയർ ആണ്. ഇനി അടുത്തത് ഇതൊരു നെയിം വാല്യൂ പെയർ ആണ്. ഇനി അടുത്തത് ഇതൊരു നെയിം വാല്യൂ പെയർ ആണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ ഇതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇത് രണ്ട് ഡയറക്ഷനിലേക്കും സ്ക്രോൾ ചെയ്യുന്ന പോലെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ബിഹേവിയർ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. ബിഹേവിയറും ഡയറക്ഷനും കൂടി ഒരുമിച്ച് കൊടുക്കരുത്. ബിഹേവിയർ ഇസ് ഈക്വൽ ടു ഓൾട്ടർനേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ട് ഡയറക്ഷനിലേക്കും സ്ക്രോൾ ചെയ്ത് വന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്ക് യു ടാഗിന്റെ എക്സാമ്പിൾ. ഓക്കെ, താങ്ക് യു.